നമ്മൾ ഈ ഡിസൈൻ പഠിക്കുമ്പോ തൊട്ട് കേൾക്കണതാ എന്താണ് ഈ ഡിസൈൻ മൂഡ് ബോർഡ് എന്ന്. ബട്ട് ആ സമയത്ത് ഞാനും ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഈ സാധനം, എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയാസ് ഇല്ല. പിന്നെ ഇതാരും പറഞ്ഞു തരാനൊന്നുമില്ല ആ സമയത്ത്. അപ്പോ ഞാനും ഇതേപോലെ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു, ഒരു ക്ലയന്റ് എന്നോട് ചോദിച്ചു ഡിസൈൻ മൂഡ് ബോർഡോടൊക്കെ. അപ്പൊ ഞാൻ ഈ ഡിസൈൻ മൂഡ് ബോർഡ് ഞാൻ ആദ്യമായിട്ട് അത് കേൾക്കണേന്ന് വിചാരിച്ച് ഞാൻ മാനത്ത് നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഈ ഡിസൈൻ മൂഡ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക് ഡിസൈനറിന് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഡിസൈനറിന് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ ഡിസൈൻ മൂഡ് ബോർഡ്? ഡിസൈൻ മൂഡ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് കൊടുക്കാൻ പോണ ഒരു സ്റ്റോറി, ആ സ്റ്റോറി അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ആ മെസ്സേജ് എന്താന്നുള്ള ഒരു വിഷ്വൽ കളക്റ്റീവ് അസെറ്റ് ആണ് ശരിക്കും പറഞ്ഞ ഈ ഡിസൈൻ മൂഡ് ബോർഡ്. സോ ഈ ഡിസൈൻ മൂഡ് ബോർഡിന് 4 എലമെന്റ്സ് ആ ഉള്ളത്. ഒന്ന് ടെക്സ്റ്റ്, പിന്നെ ടെക്സ്ചർ, ഫോട്ടോഗ്രാഫ്സ്, പിന്നെ ഇമേജ്. സോ ഈ 4 എലമെന്റ് നമ്മൾ ഒറ്റയ്ക്ക് വെക്കാണ്ട് ഇത് ഒരുമിച്ച് ചേർത്ത് കാണണ ഒരാൾക്ക് അതൊരു സ്റ്റോറി മാതിരി തോന്നണം. അതിനാണ് ഈ ഡിസൈൻ മൂഡ് ബോർഡ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കാണണ ഓഡിയൻസിന് ആ വരാൻ പോണ ബ്രാൻഡ് എങ്ങനെയാണ്, ആ ബ്രാൻഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ബ്രാൻഡ് കൊടുക്കാൻ പോണ മെസ്സേജ്, ആ ബ്രാൻഡിന്റെ സ്റ്റോറി, ആ ബ്രാൻഡിന്റെ വിഷ്വൽ ഐഡന്റിറ്റി, ആ ബ്രാൻഡിന്റെ ബ്രാൻഡിങ് എന്താന്നുള്ള രീതിയിലൊക്കെ കറക്റ്റായിട്ട് ഓഡിയൻസിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം അതെന്താണ് ആ ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസൈൻ മൂഡ് ബോർഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ കുഴപ്പമില്ല, അറിയില്ലെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈനറായ ഫ്രണ്ടിനൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ.